ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ അതിജീവിതയും മൊഴി നൽകി. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമാണ് രാഹുൽ നടത്തിയതെന്ന് അതിജീവിത മൊഴി നൽകി. ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞായിരുന്നു ക്രൂരപീഡനം. ഹോം സ്റ്റേയിൽ വെച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു. വീണ്ടും കൂടെ ചെല്ലാൻ ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത മൊഴി നൽകി. മുദ്ര വെച്ച കവറിൽ മൊഴി സമർപ്പിച്ചു. ഹരിമോഹനും റോഷിബാലും ചേരുന്നു വിശദ വിവരങ്ങളുമായി. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, ഈ രണ്ടാമത്തെ പരാതി നൽകിയിട്ടുള്ള അതിജീവിത മൊഴി നൽകുക എന്നുള്ളത് കേസന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗുരുതരമായി ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ മൊഴിയായി ആവർത്തിച്ചല്ലോ അല്ലേ അതിജീവിത? തീർച്ചയായിട്ടും റോഷ്നി, കുറച്ചുകൂടി വിശദമായി അല്ലെങ്കിൽ അതിന്റെ ക്രൂരത മുഴുവൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അതിജീവിത മൊഴി നൽകിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ അതിജീവിത അന്വേഷണ സംഘത്തോട് സംസാരിച്ചിരുന്നു. അതായത് അന്വേഷണ സംഘം അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴൊക്കെ അതിജീവിത പറഞ്ഞത് തനിക്ക് ചില കാര്യങ്ങളിൽ ആശങ്കയുണ്ട്, തനിക്ക് ഭയമാണ് മൊഴി നൽകുന്നതിന് എന്നതടക്കം ആദ്യ അതിജീവിത നേരിട്ട അനുഭവങ്ങൾ, സോഷ്യൽ മീഡിയയിൽ അടക്കം നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ചൊക്കെ തന്നെ അതിജീവിത പറയുകയുണ്ടായി. പക്ഷെ ഒടുവിൽ മൊഴി നൽകാൻ തയ്യാറായിരിക്കുന്നു. ആ മൊഴി വളരെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ മൊഴി ഇങ്ങനെയാണ്. അതായത് തന്റെ ടെലിഗ്രാം നമ്പർ വാങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി അടുപ്പം സ്ഥാപിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ. തുടർന്ന് താൻ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് ഒരു അവധിക്ക് വന്നപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തനിക്ക് ചില ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് രാഹുൽ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ആരും അറിയാതെ താൻ പറയുന്ന സ്ഥലത്ത് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ഫെനി നൈനാൻ, രാഹുലിന്റെ അനുയായിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഇപ്പോൾ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഫെനി നൈനാൻ ഒരു കാറുമായി എത്തുകയും കാറിൽ അതിജീവിതയെ കയറ്റി കൊണ്ടുപോവുകയും ഒരു ഹോം സ്റ്റേ പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ എത്തിക്കുകയും ചെയ്തത്. അവിടെ വെച്ചാണ് ക്രൂരമായ ബലാത്സംഗത്തിന് അതിജീവിത ഇരയായത്. അതായത് ഈ ബലാത്സംഗത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ കൃത്യം നടത്തുന്ന സമയത്ത് പ്രതി തന്നോട് ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് യുവതിയുടെ മൊഴിയിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ഐ വാണ്ട് ടു റേപ്പ് യു എന്ന വാചകം ആവർത്തിച്ചു എന്നുള്ളതാണ് അതിജീവിത നൽകിയിരിക്കുന്ന മൊഴി. കരഞ്ഞു കാലു പിടിച്ചിട്ടും ഈ ക്രൂരതയിൽ നിന്ന് പിന്മാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. മാത്രമല്ല ശരീരമാസകലം മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളത് കൂടി യുവതി പറയുന്നു. ഇതിന് ചില മെഡിക്കൽ രേഖകൾ അടക്കം കൈമാറിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സൂചനകൾ. അതായത് തുടർച്ചയായി തന്നെ ആക്രമിക്കുകയായിരുന്നു രാഹുൽ ചെയ്തത്. മാത്രമല്ല തനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ കൃത്യം നടക്കുന്ന സമയത്ത് തനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി, ശ്വാസമുട്ടലുണ്ടായി, ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥ വരെ എത്തി. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കൃത്യം തുടരുകയായിരുന്നു. അതായത് ക്രൂരമായി തന്നെ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ ബലാത്സംഗം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആ കൃത്യം നിർവഹിച്ച ശേഷം രാഹുൽ യുവതിയോട് പറഞ്ഞത് ഇനി വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ആ അടുപ്പം പോകുന്നതും ആ യുവതി തിരിച്ച് മടങ്ങുന്നതും. അതിനുശേഷം വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രാഹുൽ വീണ്ടും യുവതിയെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ യുവതിയുടെ വീടിനടുത്ത് കാറുമായി ചെന്നുകൊണ്ട് താൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടാനും തുടങ്ങി. നിരന്തരമായി ഇത്തരം ആവശ്യം ഉന്നയിച്ചെങ്കിൽ പോലും അതിജീവിത അതൊക്കെ നിരസിക്കുകയായിരുന്നു. പക്ഷെ തുടർന്ന് ഈ ആവശ്യം നിരസിച്ചതോടുകൂടി അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടുകയാണ്. ഭീഷണി മുഴക്കുന്നു, അസഭ്യം പറയുന്നു, കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വിളിക്കുന്നു. അങ്ങനെ തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനുശേഷവും മോശമായ അനുഭവമാണ് അതിജീവിതയ്ക്ക് ഉണ്ടായത് എന്ന് പറയുന്നു. ഇപ്പോഴും ഭയമുണ്ട് കേസിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ. തന്റെ പേര് വെളിപ്പെടുമോ, തന്റെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിജീവിത പറയുന്നത്. ക്രൂരമായിട്ടുള്ള ബലാത്സംഗം തന്നെയാണ് നേരിട്ട് എന്നുള്ള വെളിവാക്കുന്ന കൃത്യമായ മൊഴിയും ഒപ്പം തന്നെ ഇതിന്റെ ഡിജിറ്റൽ രേഖകൾ, തെളിവുകൾ അടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിജീവിത എവിടെയാണോ ഉള്ളത് അവിടെ ചെന്നുകൊണ്ട് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥ SIT അന്വേഷണ ഉദ്യോഗസ്ഥയായ ജി പൂങ്കുഴലി നേരിട്ട് മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതിനകത്താണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ആദ്യ കേസിലൊക്കെ തന്നെ രാഹുലിന്റെ വാദം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഏത് രീതിയിലാണ് അത് പോയത്, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിലും പിന്നീട് അതിനു മുൻപ് സെഷൻസ് കോടതിയിലും ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ യുവതിയുടെ യുവതിയുടെ മൊഴിക്കകത്തുണ്ട് വിവാഹ വാഗ്ദാനം നൽകി അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് ചില ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. നിരന്തരമായി ഐ വാണ്ട് ടു റേപ്പ് യു എന്ന വാചകം ആവർത്തിച്ചുകൊണ്ട് ഒരു സെക്ഷൽ പെർവേർട്ടിന്റെ എല്ലാ തരത്തിലുള്ള മാനസിക അവസ്ഥയും പ്രകടിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ആക്രമിച്ചത്. മാത്രമല്ല ശരീരമാസകലം മുറിവേറ്റുകൊണ്ട് ചികിത്സയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. കരഞ്ഞു കാലു പിടിച്ചു. മാത്രമല്ല ഇതിനിടയ്ക്ക് ശ്വാസമുട്ടൽ ഉണ്ടായി, പാനിക് അറ്റാക്ക് ഉണ്ടായി, നിരന്തരമായി ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് വരെ താൻ എത്തി എന്നാണ് യുവതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത്. ഈ മൊഴിയാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതി
കോടതിയിൽ മുദ്ര വെച്ച കവറിൽ സമർപ്പിച്ചിരിക്കുന്നത്. റോഷി, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പരാതിക്കാരി മൊഴിയായി നൽകിയിട്ടുള്ളത്. റോഷിബാൽ കൂടി ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. റോഷിബാൽ, വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് എന്ന് പരാതി നൽകിയ ഒരു അതിജീവിതയോട് പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു പരാതിക്കാരിയോട് പറഞ്ഞിട്ടുള്ളത് ഐ വാണ്ട് ടു റേപ്പ് യു എന്നാണ്. വ്യത്യസ്ത വാക്കുകളാണെന്നേ ഉള്ളൂ. ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ്. കോടതിയിലടക്കം നിർണായകമാകാൻ പോകുന്ന വിവരങ്ങളല്ലേ ഇത്? റിപ്പോർട്ടർ പുറത്തുവിട്ട ഓരോ വിവരങ്ങളായി ഇപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം കൂടിയല്ലേ? റോഷി, നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരു പെൺകുട്ടി പരാതിയുമായി അവൾക്കുണ്ടായ ക്രൂരമായ പീഡനത്തിന്റെ ശബ്ദം നൽകിയതിന് ശേഷമാണ് ഇപ്പോൾ പരാതി നൽകിയ കുട്ടിയുമായി ടെലിഫോണിൽ ഒരു അഭിമുഖം നടത്തിയത്. അന്ന് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ്, അതിന്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ അവർ കൈമാറുന്നതും അത് മൊഴിയായി പോലീസിന് കൈമാറിയിട്ടുള്ളതും. ക്രൂരമായ പീഡനം, ശാരീരിക പീഡനവും മാനസിക പീഡനവും ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളിൽ രണ്ടാമത്തെയാളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് നിയമപോരാട്ടത്തിന് തയ്യാറെടുത്ത് എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ പെൺകുട്ടി നൽകിയ പരാതിയിൽ അതിൻ്റെ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം തുടരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ക്രൂരമായ പീഡനം, ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ തുടങ്ങിയ നീചമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഇരകൾ ഒന്നല്ല രണ്ടല്ല, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയും ഒട്ടേറെ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാൻ സാധ്യതയുണ്ട്. കാരണം പല ഇരകളായ പെൺകുട്ടികളും അവർ ജീവഭയം കാരണമാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ വേട്ട, ആദ്യം പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം നമ്മൾ കണ്ടതാണ്. ആ ഒരു ആക്രമണമാണ് ഇപ്പോൾ പീഡനത്തിനിരയായ പല യുവതികളും പെൺകുട്ടികളും അവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുന്നത്. അവർക്ക് വലിയ ഭയമുണ്ട്. ഇപ്പോഴും പരാതി നൽകുന്നവർ, മൊഴി നൽകുന്നവർ ഇനി തങ്ങളെ പുറത്തേക്ക് എത്തിക്കാൻ, തങ്ങളുടെ ചിത്രങ്ങളടക്കം പുറത്ത് പ്രചരിപ്പിക്കുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും പോലീസിന് മുന്നിൽ അങ്ങനെ വലിയൊരു വെല്ലുവിളിയുണ്ട്. ഏതായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഇനിയും പരാതി വന്നാൽ സമാനമായ രീതിയിൽ കടുത്ത നിലപാടുമായി പോകും. ഏതായാലും അന്വേഷണത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയും. ഏതായാലും വൈകാതെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. തീർച്ചയായും എപ്പോഴാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുക എന്നുള്ള ചോദ്യം ഒരു പുറത്തുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി എന്ന വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആദ്യം എത്തിച്ചത് റിപ്പോർട്ടറാണ്. കോടതിയിൽ രാഹുൽ അതിനെതിരായി പറഞ്ഞിരുന്ന പല വാദങ്ങളും, പരാതിക്കാരിയുടെ മൊഴി എവിടെ, വിശദാംശങ്ങൾ എവിടെ, ഇതുമായി ബന്ധപ്പെട്ടൊന്നുമില്ലല്ലോ, KPCC അധ്യക്ഷനല്ലേ പരാതി നൽകിയത് എന്നുള്ളതൊക്കെയായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് രണ്ടാമത്തെ പരാതിക്കാരിയും ഗുരുതരമായ ആരോപണങ്ങൾ മൊഴിയിലും ആവർത്തിച്ചിരിക്കുകയാണ്.